ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കുക്കർ ചൂടായതിന് ശേഷം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ പിന്നെ കുറച്ച് നെയ്യ്, അതായത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തത്തിലിട്ട് സോട്ട് ചെയ്താൽ മതി. പക്ഷേ ഞാനിങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റും പൊട്ടറ്റോവും ആഡ് ചെയ്ത് അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം, അതായത് അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്, ഇതിൽ ആവശ്യമായിട്ടുള്ള വേറൊരു സംഭവമുണ്ട്, അത് ആഡ് ചെയ്യാൻ മറന്നു. അതായത് പിന്നെ മല്ലിപ്പൊടി. ഇതിൽ ഞാൻ ആകെ ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടി മാത്രമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ സ്പൂണിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിക്കുക. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ അരച്ച് സെറ്റാക്കി. ഇതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂ ആഡ് ചെയ്യുക, അതായത് കാഷ്യൂ സോക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. പക്ഷെ എൻ്റെ അടുത്ത് കാഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന്, അതായത് ഞാനിപ്പോൾ ഇട്ട ക്യാരറ്റും പൊട്ടറ്റോ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി വേറൊരു കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഈ ഗ്രീൻ പീസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത്, അപ്പോൾ ഇത്രയും ഗ്രീൻ പീസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കറിക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ മറന്നു പോയപ്പോൾ ഞാൻ ഈ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചത്. തേങ്ങ അരപ്പിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാഷ്യൂ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അരക്കുന്നതിൽ. പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യത്തിന് കറി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച്. അധികം വെള്ളം ഒഴിച്ചാൽ കറി വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച്, കുറുമ എന്ന് പറയുമ്പോൾ കുറച്ചൊരു കട്ടി വേണ്ടേ. അപ്പം ഞാൻ എനിക്ക് ആവശ്യത്തിലുള്ള കട്ടിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് പെപ്പറും, പിന്നെ ഒരു നുള്ള് ഗരം മസാല അധികം വേണ്ട, ഒരു ഭയങ്കര കുത്തലായിരിക്കും. പിന്നെ അതിലേക്ക് വേറെ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിച്ചപ്പ്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്താൽ നമ്മളെ കറി സെറ്റാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, അങ്ങനെ കറി റെഡിയായി. എൻ്റെ വെജിറ്റബിൾ കുറുമ റെഡി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.